ഇത് തൃശൂർ ജില്ലയിലെ മതിലകം പഞ്ചായത്തിലെ ബീന സഹദേവൻ. വിധിയുടെ വിരോധാഭാസങ്ങളെ വിജയം കൊണ്ട് വെല്ലുവിളിച്ച കർഷക വനിത. ഏഴു വർഷം മുൻപ് വീട്ടുവളപ്പിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടത്തിന് വിത്തിടുമ്പോൾ ബീനയും സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല കാലത്തിന്റെ അകലങ്ങളിൽ തന്നെ കാത്തിരിക്കുന്ന ഈ കാർഷിക വിജയത്തെപ്പറ്റി. ഇന്ന് ആ അടുക്കളത്തോട്ടം ഒരു നാടിന്റെ തന്നെ അഭിമാനമായ പച്ചക്കറിപ്പാടമായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. പത്ത് വർഷത്തോളമായി ഞാൻ ഈ രംഗത്ത് വന്നിട്ട് ചെറുതായി തുടങ്ങിയതാണ്, അടുക്കളത്തോട്ടമായിട്ട് തുടങ്ങിയതാണ്. പിന്നെ ഭർത്താവിന് സുഖമില്ലാണ്ട് വന്നപ്പോൾ ജീവിതം മുന്നോട്ട് പോകണം, ചികിത്സയ്ക്ക് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങിപ്പോണം. അപ്പം ഞാൻ ഇതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി നിന്ന് എല്ലാം തരണം ചെയ്ത് ജീവിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എല്ലാവരോടും എല്ലാ സ്ത്രീകളോടും ഒന്നേ പറയാനുള്ളൂ, വെറുതെ സമയം വേസ്റ്റാക്കി കളയണ നേരം കൊണ്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാം. നല്ല രീതിയിൽ സ്വന്തം അത്യാവശ്യത്തിനെങ്കിലും വിഷാംശമില്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാം. നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ ഞാൻ ഈ ഒരു മാർഗത്തിൽ കൂടെയാണ് ഇപ്പോൾ ജീവിക്കുന്നതും ആ വീട് സംരക്ഷിക്കുന്നതും. എന്നെപ്പോലെ എല്ലാവരും ഇതിലേക്ക് വരണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കൈവശമുള്ള 33 സെന്റ് ഭൂമിയിലും അയൽക്കാരായ 3 വീട്ടുകാർ ബീനയ്ക്ക് കൃഷി ചെയ്യാൻ സൗജന്യമായി വിട്ടു നൽകിയ 2 ഏക്കർ പറമ്പിലുമായി വാഴയും മരച്ചീനിയും ചീരയും മുളകും കുമ്പളവും ദൃശ്യവിരുന്നൊരുക്കുന്നു. ബീനയുടെ ഭർത്താവായ സഹദേവന് അസുഖം ബാധിക്കുകയും അധ്വാനശേഷി നഷ്ടമാവുകയും ചെയ്തതോടെ കാർഷിക വൃത്തി ജീവനോപാധിയാക്കാൻ ബീന തീരുമാനിക്കുകയായിരുന്നു. ഈ കുട്ടി ഞങ്ങൾക്കൊരു അഭിമാനമായി മാറിയിരിക്കുകയാണ്. വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ഒരു അസുഖം ബാധിച്ച ഒരു ഭർത്താവ്, ഒരു സഹായം പോലും ചെയ്യാൻ സാധിക്കാത്ത ആ ഭർത്താവ്, വയസ്സായ ഒരു അച്ഛൻ, അമ്മ, അവരെ കൂടി ശുശ്രൂഷിച്ചുകൊണ്ടാണ് ആ കുട്ടി ഇത്തരത്തിലുള്ള പരിപാടിക്ക് മുതിർന്നത്. വിഷലബ്ധമായ പച്ചക്കറി കഴിച്ചുകൊണ്ട് നമ്മുടെ ഗ്രാമമൊക്കെ അസുഖം ബാധിച്ചിരിക്കുന്നവരാണ് മുഴുവനും. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്കും ഇത്തരത്തിലുള്ള ഒരു പച്ചക്കറി കൂട്ടായും സ്വന്തമായും നടത്താം എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതുവഴി നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യം നിലനിർത്താം, നമുക്ക് സമ്പാദിക്കാം, അതോടൊപ്പം തന്നെ നമ്മുടെ വീട് പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകാം എന്ന് തെളിയിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് മാതൃകയായി മാറിയിരിക്കുകയാണെന്ന് ബീന സഹദേവൻ. കൃഷിക്ക് പുറമെ 50ഓളം ആടുകളും അത്ര തന്നെ താറാവുകളും 100-ലധികം കോഴികളും പശുവും പരിസരത്തെ 3 കുളങ്ങളിൽ നിറയുന്ന വളർത്തു മത്സ്യങ്ങളും ഈ യുവതിയുടെ ലക്ഷ്യങ്ങൾക്ക് കരുത്താകുന്നു. മണ്ണു മാത്രമല്ല, മട്ടുപ്പാവും ബീന ഹരിതാഭമാക്കി. അവരെ ആദരിക്കുകയും അവർക്ക് കാർഷിക വൃത്തിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രോ ബാഗുകൾ മുതലായവ ബാങ്കിൻ്റെ സഹകരണത്തോട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പരിധിയിൽ പച്ചക്കറി കൃഷി വ്യാപകമാക്കുന്നതിന് വളരെയധികം സഹായകരമായ പ്രവൃത്തികൾ ബീനാസതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ടെറസിൽ 200ഓളം വരുന്ന ഗ്രോ ബാഗുകളിൽ തക്കാളിയാണ് പ്രധാനമായും കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ പച്ചമുളക്, പുതിന, കാബേജ്, കോളിഫ്ലവർ എന്നിവയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചാണകം, കോഴിവളം, ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന സ്ലറി തുടങ്ങിയ ജൈവവളങ്ങൾ മാത്രമേ ബീന കൃഷിക്കായി ഉപയോഗിക്കാറുള്ളൂ. ഒരു ജീവിത പ്രയാസത്തിൽ നിൽക്കുന്നൊരു കുട്ടിയാണ്. ആ പ്രയാസത്തിനിടയിലും ജൈവ പച്ചക്കറി കൃഷി സമൃദ്ധമായിട്ട് നടത്തുന്നതിന് മുന്നോട്ട് വരികയും ഇത് വലിയൊരു കൂട്ടായ്മയോടുകൂടി ഈ പഞ്ചായത്തിൽ ഒരു മാതൃക കർഷകയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രോത്സാഹനം ബീന സഹദേവന് ഈ പഞ്ചായത്തിലും ഈ നാട്ടുകാരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു.
ആവശ്യത്തിലേറെ വരുന്ന ജൈവവളം പുറത്ത് നല്ല വിലയ്ക്ക് വിറ്റഴിക്കുന്നു. പച്ചക്കറികൾക്ക് കീടബാധ ഏൽക്കാതിരിക്കാൻ മഞ്ഞൾപ്പൊടി, കുരുമുളക്, വെളുത്തുള്ളി, പാൽക്കായം എന്നിവ കഞ്ഞിവെള്ളത്തിൽ ചേർത്ത പ്രത്യേക മിശ്രിതമാണ് ബീന ഉപയോഗിക്കാറ്. മുട്ട, പാൽ, പച്ചക്കറികൾ എന്നിവ വീട്ടിലെത്തി ആവശ്യക്കാർ നേരിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. പച്ചക്കറി ഇനങ്ങളുടെ വിത്തുൽപാദനവും പ്രോട്രേകളിൽ പച്ചക്കറി ഉണ്ടാക്കുന്ന രീതിയുമൊക്കെ തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പരിശീലനം നേടി പരീക്ഷിച്ച് നടപ്പിലാക്കിയിരിക്കുന്നു. ഞങ്ങൾ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു 1.5 ഏക്കർ സ്ഥലത്തോളം കൃഷിക്കായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ യാതൊന്നും ഇതിനായിട്ട് ആനുകൂല്യങ്ങളായിട്ട് വാങ്ങുന്നില്ല. ഞങ്ങളായ സഹായം എല്ലാ തരത്തിലും ഞാനും എൻ്റെ മകനും മക്കളും ഭർത്താവും എല്ലാവരും ഞങ്ങളാൽ കഴിഞ്ഞ അതുപോലുള്ള എല്ലാ അയൽവാസികളും അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആ കുട്ടി വളരെയധികം രാവ് പകൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു കുട്ടിനെ എൻ്റെ ഈ പ്രായം കൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. കുടുംബ വരുമാനത്തിന് കരുത്തേകാൻ ഓർഡർ അനുസരിച്ച് ബിരിയാണിയും പത്തിരിയും പലഹാരങ്ങളും ഉണ്ടാക്കി നൽകുന്ന കാറ്ററിംഗ് സേവനത്തിനും ബീന തുടക്കം കുറിച്ചിട്ടുണ്ട്. തനിക്ക് മുൻ പരിചയമുള്ള തുന്നൽ പണിക്ക് ബീന രാത്രികളിലാണ് സമയം കണ്ടെത്തുന്നത്. ബീന എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. എല്ലാം നന്നായി ബീന എല്ലാ കാര്യങ്ങളും ഉത്സാഹിച്ച് ചെയ്യും. പുലർച്ചെ ബീന മോട്ടർ അടിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ട് ഞങ്ങൾ എനിക്കിനെ തന്നെ. പുലർച്ചെ 3 മണിക്ക് ആള് മോട്ടർ അടിയും, എല്ലാ പണികളും ചെയ്യും. എല്ലാ കാര്യങ്ങളും ബീന ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ബീനോട് ഈ പറമ്പിൽ ചെയ്തോന്ന് പറയും. ബീന വിത്തുകൾ കൊണ്ടുവരും, എല്ലാം ചെയ്യും. മറ്റു പണിക്കാരുടെ സഹായമില്ലാതെ മിക്കവാറും എല്ലാ ജോലികളും ബീന ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യാറ്. ബീനയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് പുലർച്ചെ 3:30-ക്കാണ്. അധ്വാനം പലപ്പോഴും പാതിരാത്രിയോളം നീളും. തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ കർഷക പ്രതിഭയെ ആദരിക്കുമ്പോൾ ഒരു നാട് മുഴുവൻ സാക്ഷ്യം വഹിച്ചതിന്റെ കാരണവും മറ്റൊന്നല്ല. ഇത്രയും ഉയരത്തിലെത്താൻ പറ്റിയത് നമ്മളെ കൃഷിഭവനിൽ നിന്നുള്ള അറിവ്, അവരിൽ നിന്നുള്ള സഹായങ്ങൾ, KVK സർവകലാശാല അവിടെ നിന്ന് ഏത് സമയത്ത് വിളിച്ചു ചോദിച്ചാലും അവർ പറഞ്ഞു തരുന്ന അറിവ്, എല്ലാവരെയും കൂടെയുള്ള സഹായം. ഇനിയും എനിക്ക് ഇതിനേക്കാളും കൂടുതൽ മേഖലയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള അറിവ് വേണം, സാമ്പത്തികമായിട്ടുള്ള ഇത് വേണം. എല്ലാതും എൻ്റെ ഒപ്പം ഇവരെല്ലാവരും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ എല്ലാ ബ്ലോക്കുകളിലും 16 ബ്ലോക്കുകളിലും ഒട്ടേറെ കർഷകരുമായി ഇടപഴകുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്. ഏക്കർ കണക്കിന് പാട്ടത്തിനടുത്ത് പൊന്നു വിളയിക്കും പോലെ പച്ചക്കറി വിളയിക്കുന്നവരുണ്ട്. അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ പച്ചക്കറി വിളയിക്കുന്ന ഒട്ടേറെ പേരെ പഴയന്നൂർ, ചേലക്കര ഭാഗത്ത് ഞങ്ങൾക്കുണ്ട്, പുത്തൂർ പഞ്ചായത്തിലുണ്ട്, പല സ്ഥലത്തുമുണ്ട്. പക്ഷേ ഞങ്ങളുടെ കണ്ണവസാനം എത്തിയത് മതിലകം പഞ്ചായത്തിലെ നമ്മുടെ കൊച്ചു സഹോദരിയായ ബീനയിലാണ്. കാരണം അത് ഒരു മാതൃകയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഏറ്റവും നല്ല കർഷകയെ കണ്ടെത്തുക എന്നുള്ളതല്ലായിരുന്നു. പക്ഷെ ഈ ലാഭത്തിനാകെ കാണിച്ചു കൊടുത്ത് വിളിച്ചു പറയാൻ പറ്റുന്ന, നോക്കൂ ഇതാണ് നമ്മുടെ സഹോദരിമാർക്കുള്ളൊരു മാതൃക എന്ന് പറയാവുന്ന ഒരു മാതൃകയെ കണ്ടെത്തിയത് അവസാനം ബീന സഹദേവനിലാണ്. ഏറ്റവും മികച്ച കർഷക എന്നുള്ളതല്ല, ഏറ്റവും മികച്ച മാതൃക വനിതാ കർഷക എന്നുള്ളതാണ് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ബീനയെ കുറിച്ചിട്ട്. ഞാൻ പലവട്ടം ബീനയുടെ വീട്ടിലും കൃഷി സ്ഥലത്തൊക്കെ പോയി കണ്ടു. ഈ പറഞ്ഞ വാക്കുകളൊന്നും ഇനി ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെക്കാൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാർക്കും സഹോദരന്മാർക്കുമായിരിക്കും ബീനയെക്കുറിച്ച് അറിയാൻ പറ്റുക. ജീവിതവീഥിയിലെ വേനൽ പകലുകളിൽ
വിയർപ്പുമണികൾ കൊണ്ട് വസന്തം വിരിയിച്ച ബീന സഹദേവൻ മതിലകം ഗ്രാമത്തിനു മാത്രമല്ല മലയാള മണ്ണിന് തന്നെ മാതൃകയാവുകയാണ്. പെൺകരുത്തിന്റെ പുതിയ പര്യായമായി തീരുകയാണ്. ചെലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യാവുന്ന പോഷക സമൃദ്ധമായ ഒരു വിളയാണ് കൂൺ. കേരളത്തിൽ കൃഷി ചെയ്തു വരുന്ന കൂണുകളാണ് ചിപ്പിക്കൂണും വൈക്കോൽ കൂണും. ഇന്ത്യയിൽ പ്രധാനമായും വൈറ്റ് ബട്ടൺ കൂൺ, ചിപ്പിക്കൂൺ, വൈക്കോൽ കൂൺ എന്നീ ഇനം കൂണുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവയിൽ ചിപ്പിക്കൂൺ ഇനമാണ് ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും ലാഭകരമായി കൃഷി ചെയ്യുവാൻ യോജിച്ചത്. പാൽക്കൂൺ എന്ന പേരിൽ മൂന്നാമതൊരു ഇനം കൂടി കൃഷി ചെയ്തു വരുന്നുണ്ട്. ചിപ്പിക്കൂൺ പോലെ പാൽക്കൂണും വളരെ ആദായകരമായി കൃഷി ചെയ്യാവുന്നതാണ്. ചിപ്പിക്കൂൺ, വൈക്കോൽ കൂൺ, പാൽക്കൂൺ എന്നീ ഇനങ്ങൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഉൽപാദനക്ഷമതയുടെ കാര്യത്തിൽ വൈക്കോൽ കൂൺ വളരെ പിന്നിലാണ്. ചിപ്പിക്കൂണിന് 50 മുതൽ 100% വരെ ഉൽപാദനക്ഷമതയുണ്ട്. ഇന്ന് കേരളത്തിൽ ഏത് കാലാവസ്ഥയിലും വളരെ ലാഭകരമായി കൃഷി ചെയ്യുവാൻ പറ്റിയ ഇനം ചിപ്പിക്കൂണാണ്. 2 മാധ്യമങ്ങളാണ് കൂൺ കൃഷിക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത്. 1 വൈക്കോൽ, 2 അറക്കപ്പൊടി. ആവിയിൽ പുഴുങ്ങിയും രാസലായനി ഉപയോഗിച്ചും 2 രീതിയിൽ കൂൺ കൃഷി ചെയ്യാം. ഫ്രഷ് ആയിട്ടുള്ള റബ്ബറിന്റെ അറക്കപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ബാർബസ്റ്റിൻ, ഫോമാലിൻ എന്നീ 2 രാസലായനികളാണ് പ്രധാനമായും ഇതിനുപയോഗിക്കുന്നത്. 100 ലിറ്റർ വെള്ളത്തിൽ 7 ഗ്രാം ബാർബസ്റ്റിനാണ് ഇടുന്നത്. 7 ഗ്രാം ബാർബസ്റ്റിൻ അല്പം വെള്ളത്തിൽ ചാലിച്ചെടുക്കുന്നു. അതിനുശേഷം ഫോമാലിൻ 50 മില്ലി കൂടി ചേർത്ത് ഇളക്കുന്നു. ഫ്രഷായ അറക്കപ്പൊടി വെള്ളത്തിലിടുന്നു. 24 മുതൽ 36 മണിക്കൂർ വരെ രാസലായനിയിൽ കിടക്കുന്നു. അതിനുശേഷം തോർത്തിയെടുത്ത് വിത്ത് ഒരു പാത്രത്തിലേക്ക് ഇടുന്നു. കവറെടുത്ത് ചുവട് കൂട്ടിക്കെട്ടി 1.5 മുതൽ 2 ഇഞ്ച് കനത്തിൽ ലെയറായി വിത്തിടുന്നു. വീണ്ടും അങ്ങനെ ഇട്ട ശേഷം അവസാനം കുറച്ച് വിത്ത് കൂടിയിടുന്നു. ബെഡ് തിരിച്ചുവെച്ച് കെട്ടഴിച്ച് നിരപ്പാക്കി കുറച്ച് വിത്തുകളിട്ട് കെട്ടുന്നു. ഒരു സൂചിയോ മറ്റോ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും 50ഓളം ദ്വാരങ്ങളിടുന്നു. അതിനുശേഷം ബെഡിൽ മാർക്കർ ഉപയോഗിച്ച് ഡേറ്റ് രേഖപ്പെടുത്തുന്നു. ബെഡ് 20 ദിവസം ഇരുട്ടുമുറിയിൽ വെക്കുന്നു. 20 ദിവസത്തിന് ശേഷം പാകമായ ബെഡിന്റെ മുകൾ വശം അഴിച്ചതിനു ശേഷം ബ്ലേഡ് കൊണ്ട് കീറുന്നു. ഒരു ഉറിയുണ്ടാക്കി അതിന്മേൽ തൂക്കിയിടുന്നു. 24 മണിക്കൂറിന് ശേഷം വെള്ളം സ്പ്രേ ചെയ്യുന്നു. 4-5 ദിവസത്തിന് ശേഷം കൂൺ മുളയ്ക്കുന്നതാണ്. പിന്നെ വെള്ളമൊഴിക്കരുത്. കൂൺ കൃഷിയിൽ മികച്ച വിളവ് ലഭിക്കുന്നതിന് കുറഞ്ഞ സൂര്യപ്രകാശവും കുറഞ്ഞ ചൂടും നല്ല ഈർപ്പമുള്ള അന്തരീക്ഷവും വായുസഞ്ചാരവും ആവശ്യമാണ്. ഗാർഹിക ആവശ്യത്തിന് മാത്രം കൂൺ കൃഷി ചെയ്യുകയാണെങ്കിൽ ബെഡുകൾ തയ്യാറാക്കി നേരിട്ട് സൂര്യപ്രകാശം പതിക്കാത്ത വീടിന്റെ വരാന്തയിലോ മറ്റോ സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചിപ്പിക്കൂൺ കൃഷി ചെയ്യുമ്പോൾ അതിനായി ഒരു കൂൺ ശാല ഉണ്ടാക്കേണ്ടതുണ്ട്. ഇത് കൂൺ വളർച്ചയ്ക്ക് ആവശ്യമായ ചൂടും അന്തരീക്ഷ ഈർപ്പവും നിയന്ത്രിക്കാൻ സഹായിക്കും. കൂൺ ശാല നിർമ്മിക്കുന്നതിന് നേരിട്ട് സൂര്യപ്രകാശം പതിക്കാത്ത സ്ഥലം തിരഞ്ഞെടുത്താൽ ചൂട് വളരെയധികം കുറയ്ക്കുവാൻ സാധിക്കും. ചിപ്പിക്കൂൺ കൃഷിക്ക് സാധാരണയായി ഉപയോഗിച്ചു വരുന്ന മാധ്യമം വൈക്കോലാണ്. ആദായകരമായ വിളവ് ലഭിക്കുന്നതിന് നല്ല ഇനം വൈക്കോൽ ഉപയോഗിക്കണം. ഒരു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വൈക്കോൽ ഉപയോഗിക്കരുത്. സ്വർണ്ണ നിറമുള്ള വൈക്കോൽ ഉപയോഗിച്ചാൽ കൂടുതൽ വിളവ് ലഭിക്കും. കൂൺ കൃഷിക്ക് ആവശ്യമായ വിത്ത് സ്പോൺ എന്നറിയപ്പെടുന്നു. ആദ്യമായി കൂൺ കൃഷിക്ക് ഉപയോഗിക്കുന്ന വൈക്കോലിൽ അണുനശീകരണം നടത്തണം. രാസവസ്തുക്കൾ ഉപയോഗിച്ച് അണുനശീകരണം നടത്തുമ്പോൾ കാർബൺ ഡാസിൻ, ഫോമാലിൻ എന്നീ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു. 100 ലിറ്റർ വെള്ളത്തിൽ 7 മുതൽ 10 ഗ്രാം വരെ കാർബൺ ഡാസിൻ, 50 മില്ലി ഫോമാലിൻ എന്നിവ ചേർത്തിളക്കണം.
ആദ്യം കുറച്ച് വെള്ളമെടുത്ത് അതിൽ കാർബൺ ഡൈഓക്സൈഡ് പൊടി നന്നായി ലയിപ്പിച്ചതിന് ശേഷം നിശ്ചിത അളവ് വെള്ളത്തിൽ ചേർക്കുന്നതാണ് ഉത്തമം. ഈ ലായനിയിലേക്ക് ഫോർമാലിൻ ചേർത്ത് ഒരു കമ്പ് കൊണ്ട് നന്നായി ഇളക്കണം. ഇങ്ങനെ തയ്യാറാക്കിയ രാസലായനിയിൽ 12 മുതൽ 16 മണിക്കൂർ സമയം വൈക്കോൽ മുക്കിവെക്കണം. അതിനുശേഷം പുറത്തെടുത്ത് 60% വരെ ഈർപ്പത്തിൽ ഉപയോഗിക്കാം. പോളിത്തീൻ കവറിൽ വൈക്കോലും കൂൺവിത്തും ഒന്നിടവിട്ട് നിറച്ച് തയ്യാറാക്കി എടുക്കുന്നതാണ് ബെഡുകൾ. എല്ലാത്തരം ചിപ്പിക്കൂൺ ഇനങ്ങളും അറക്കപ്പൊടിയിൽ ലാഭകരമായി കൃഷി ചെയ്യുവാൻ സാധിക്കുകയില്ല. കൃഷി ചെയ്യാൻ എടുക്കുന്ന കൂൺവിത്ത് ശുദ്ധവും ഗുണമേന്മയുള്ളതുമായിരിക്കണം. കൃഷിക്ക് ഉപയോഗിക്കുന്ന വൈക്കോൽ കട്ടിയുള്ളതും കീടരോഗബാധയില്ലാത്തതുമായിരിക്കണം. പാൽക്കൂൺ കൃഷിയുടെ രീതികൾ ചിപ്പിക്കൂൺ കൃഷിയിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവയ്ക്ക് ഒരു കൂൺ തടത്തിന് 500 മുതൽ 750 ഗ്രാം വൈക്കോൽ ആവശ്യമാണ്. വൈക്കോൽ അണുവിമുക്തമാക്കിയതിനു ശേഷം പോളിത്തീൻ കവറുകളിൽ 10 സെന്റിമീറ്റർ കനത്തിൽ സ്പോൺ വിതരണം. 15 ദിവസത്തിനു ശേഷം വൈക്കോൽ തടം കൂൺ വളർന്ന് വെളുത്ത നിറത്തിലായി തീരും. കൂണിന്റെ മൊട്ടുകൾ നന്നായി വിടർന്നു കഴിയുമ്പോൾ വിളവെടുപ്പ് നടത്തണം. മൊട്ടുകൾ നന്നായി വിടർന്നു കഴിയുമ്പോൾ വിളവെടുപ്പ് നടത്തണം. വിളവെടുക്കുമ്പോൾ കൂണിന്റെ തണ്ട് ചേർത്ത് പറിച്ചെടുക്കുവാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചുവട് ഭാഗം അഴുകി ബാക്ടീരിയ അണുബാധ ഉണ്ടാകുന്നതിന് കാരണമാകും. വിളവെടുത്ത കൂൺ 150 മുതൽ 200 ഗ്രാം വീതം ചെറിയ പോളിത്തീൻ കവറുകളിലാക്കി സീൽ ചെയ്ത് വിൽപ്പന നടത്താം. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനസംഖ്യയ്ക്കനുസരിച്ച് പൂർണ്ണ പോഷണം ലഭിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ നാട്ടിലെ ആരോഗ്യ പ്രശ്നങ്ങളിൽ കൂടിയ പങ്കും മാംസ്യത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നവയാണ്. നമ്മുടെ നാട്ടിൽ കൃഷിയിടം കുറവായ സാഹചര്യത്തിൽ അധികം സ്ഥലവും മുതൽ മുടക്കുമില്ലാതെ കുറഞ്ഞ ചെലവിൽ പോഷകമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ മാർഗമാണ് കൂൺ കൃഷി.